ഹലോ മക്കളെ, ഓണം എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു കോണ്ടന്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മക്കൾ മനസ്സിലാക്കുക, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. സാധാരണ നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്, ഐ മീൻ ദ മെത്തേഡിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും മക്കളെ ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് 1 മാർക്ക് പഠിക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ, ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So first question എന്ന് പറയുന്ന മക്കളെ ശ്രദ്ധിക്കാം. An electric dipole is placed in a non-uniform. ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആവേശം കേറിയിട്ട് യൂണിഫോം ആണെന്ന് വിചാരിക്കരുത്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് വിൽ എക്സ്പീരിയൻസ്. എടാ, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ വെച്ചാൽ അതിന്റെ മുകളിൽ എന്തുണ്ടാവും? അതിന്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ടോർക്കും ഉണ്ടായിരിക്കും. സോ നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും അവിടെ ആക്ട് ചെയ്യും. നെറ്റ് ഫോഴ്സ് മാത്രമാണോ? അല്ല. നെറ്റ് ടോർക്ക് മാത്രമാണോ? അതുമല്ല. നെറ്റ് ഫോഴ്സ് നോർ ടോർക്ക്. എന്താണ്? ടോർക്കും ഇല്ല ഫോഴ്സും ഇല്ലാത്ത അവസ്ഥയാണോ? ഒരിക്കലും അല്ല. ഇവിടെ രണ്ടും ആക്ട് ചെയ്യും. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് വെക്കുന്നതെങ്കിൽ. റെഡി ആണല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാക്കാം. എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് എ. അതായത് ഒരു ചാർജിനെ നമ്മൾ ഒരു ക്യൂബിന്റെ സെന്ററിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു. ഈ ചാർജിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യൂബിന്റെ സെന്ററിൽ കൊണ്ടുപോയിട്ട് Q എന്ന് പറയുന്ന ഈ ചാർജിനെ നമ്മൾ സെന്ററിലാണ്, ക്യൂബിന്റെ സെന്ററിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ വൺ ഓഫ് ഇറ്റ്സ് ഫേസസ് ഈസ്, അതായത് അതിന്റെ ഒരു ഫേസിലൂടെ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫൈ എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, Q by 6 epsilon 0. 6 epsilon 0. So Q by 6 epsilon 0 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ഓപ്ഷൻ ബി. അതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം മക്കളെ. ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ആ ചോദിക്കുന്നത്. നമുക്കറിയാം V is equal to KQ divided by R ആണ്. അങ്ങനെയാണെങ്കിൽ R കൂടി ആറിന്റെ വാല്യൂ എന്തായി? ആറിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ? നമുക്ക് മനസ്സിലാക്കാം. V is equal to KQ by ഇൻഫിനിറ്റി. എടാ, 1 by ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്കറിയാം അതെന്തായിരിക്കും? 0 ആയിരിക്കും ഇവിടെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? മനസ്സിലായല്ലോ? അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ, അടുത്തായിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ആണ്. അതായത് കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് ആണ്. എല്ലാവർക്കും അറിയാം അതെന്താണ്? ഫാരഡ് ആണ് കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ. അതായത് ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി, ഈ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്തല്ല ചോദിച്ചത്? റെസിസ്റ്റൻസ് അല്ല ചോദിച്ചത്, റെസിസ്റ്റിവിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. എടാ, റെസിസ്റ്റിവിറ്റി ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെയാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓണം എക്സാം 2023 ക്വസ്റ്റ്യൻ ആണ്. അതും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി ആണല്ലോ മക്കളെ? അടുത്തതായിട്ട് when a charged particle enters perpendicular to a magnetic field it describes dash path. അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ആവുന്നു. ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങനെയാണ് എൻ്റർ ആവുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് എക്സിബിറ്റ് എ സർക്കുലാർ പാത്ത്. അതൊരു സർക്കുലാർ പാത്ത് ആയിരിക്കും കാണിക്കുന്നത്. സോ ദി ആൻസർ ഈസ് സർക്കുലാർ. അവിടെ ആൻസർ ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്? സർക്കുലാർ എന്ന് പറയുന്നതാണ് നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കുന്നത്. മറന്നു പോകാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മക്കളെ നമുക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ആസ് ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ സോളിനോയിഡ് ക്യാരിയിങ് കറന്റ് ഇൻക്രീസസ്. അതായത് ഒരു സോളിനോയിഡ്, കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള സോളിനോയിഡ്, അതിൽ കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് എ സോളിനോയിഡ് ക്യാരിയിങ് കറന്റ് ഇൻക്രീസസ്. അതായത് ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ആണ് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ്, വാട്ട് ഹാപ്പൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്? നമുക്കറിയാം ഒരു സോളിനോയിഡിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് B is equal to mu0 NI by L ആണ് അല്ലേ? ഇതിൽ N എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ടേൺസ് ആണ്, നമ്പർ ഓഫ് ചുറ്റുകളാണ്. നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ ഇവിടെ നമുക്ക് മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻക്രീസസ് എന്നാണ് നമുക്ക് വാല്യൂ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുക. ക്ലിയർ അല്ലേ മക്കളെ?
ഇനി നമ്മൾ 2023 കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഓണം എക്സാം നടന്നിട്ടുള്ളത് 2019 നമുക്കറിയാം. ഇതിനിടയിലുള്ള ഈ ഒരു വർഷങ്ങളിൽ കൊറോണ മൂലം നമുക്ക് എന്ത് നടന്നിട്ടില്ല, ഓണം എക്സാം നടന്നിട്ടില്ല. അതുകൊണ്ട് 2019 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോവാം. 2019 ആദ്യമായിട്ട് ചോദിച്ചത് ഫ്രീ ചാർജസ് ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്. ദിസ് ഫാക്ട് ഈസ് നോൺ ആസ്. ഈ ഫാക്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Q is equal to പ്ലസ് ഓർ മൈനസ് NE. ഇതിനെ നമ്മൾ എന്താ പറയാ? ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ഇൻ ഫിക്സഡ് എമൗണ്ട് എന്നാണ്. ഇത് മനസ്സിലാക്കി തന്നെ ഇരിക്കണം. ഇനി അടുത്തതായിട്ട് മക്കളെ, write an expression for the effective capacitance of the combination shown below. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് കപ്പാസിറ്ററുകളെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? C is equal to അല്ലെങ്കിൽ C total is equal to C1 plus C2. That's it. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിക്കുക. The uniform metallic wire of resistivity rho is stretched to double its length. The resistivity of the elongated wire is. അതായത് ഒരു വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വലിച്ച് നീട്ടിയിട്ട് അതിന്റെ ലെങ്ത് നമ്മൾ എന്താക്കുന്നു? ഡബിൾ ആക്കി മാറ്റുന്നു. അതിന്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? റെസിസ്റ്റിവിറ്റിക്ക് ഒരു തേങ്ങയും സംഭവിക്കില്ല. കാരണം എന്താ? റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ആണ്. ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആളാണ് റെസിസ്റ്റിവിറ്റി. സോ റെസിസ്റ്റിവിറ്റി റിമെയിൻസ് ദ വാല്യൂ റോ. റോ എന്ന് പറയുന്ന അതേ വാല്യൂവിൽ തന്നെ തുടരും. സോ ദി ആൻസർ is rho. അവിടെ നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? റോ എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമ്മൾ കൊടുക്കുക. അടുത്തതായിട്ട് സ്റ്റേറ്റ് ആംപിയർ സർക്യൂട്ടൽ തിയറം. ഓക്കെ, എന്താണ് കൊടുക്കാൻ പറഞ്ഞത്? ആംപിയർ സർക്യൂട്ടൽ തിയറം ആണ് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞത്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ എന്താ മക്കളെ? ഇന്റഗ്രൽ B dot dl is equal to mu 0 I. റെഡി? ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്. എന്താ കൊടുക്കുക? ലൈൻ ഇന്റഗ്രൽ of magnetic field around a closed loop is equal to mu 0 times the current enclosed. അതായത് മക്കളെ മനസ്സിലാക്കുക, ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഇസ് ഈക്വൽ ടു mu 0 ടൈംസ് ദ കറന്റ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നതാണ് ഇവിടെ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇരിക്കുന്നത്. അതും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. സ്ഥിരമായിട്ട് ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിരിക്കും. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ 2018 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 1 മാർക്കിന് എന്തൊക്കെയാണ് 2018 ഓണം എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ മക്കളെ, മൂവിംഗ് ഇലക്ട്രോൺ പ്രൊഡ്യൂസസ് ഫീൽഡ്. എന്താണ് മൂവിംഗ് ഇലക്ട്രോൺ? ഏതൊക്കെ ഫീൽഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു മൂവിംഗ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. റൈറ്റ് ഡൗൺ ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് എഴുതാൻ മക്കളെ മനസ്സിലാക്കുക, ഒന്നെങ്കിൽ വോൾട്ട് മീറ്റർ, വോൾട്ട് മീറ്റർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളൂംബ്. ഈ രണ്ട് യൂണിറ്റ് ആണ് നമ്മൾ എന്താവുന്നത്? ഇലക്ട്രിക് ഫ്ലക്സിന് കൊടുക്കാറുള്ളത്. ഇതും ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. പല മക്കളും ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് പഠിച്ചു വെക്കും, ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് പഠിക്കാതെ പോകും. സോ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ടതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം ഇസ് ദ പ്രൂഫ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ആ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം ഈസ് ദ പ്രൂഫ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ്, നമുക്ക് പറയാം, ഡൈപോൾ. ഡൈപോളിന്റെ അഥവാ മാഗ്നറ്റിക് ഡൈപോളിന്റെ എക്സിസ്റ്റൻസ് ആണ് ഗോസസ് തിയറം ഓഫ് മാഗ്നറ്റിസം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നിങ്ങളുടെ ഈ വരുന്ന എക്സാമിന് എന്ത് വരുന്നില്ല? നമുക്ക് ഈ ഒരു ചാപ്റ്റർ വരുന്നില്ല എന്നുള്ളത് കൊണ്ട്, നമുക്ക് മൂവിംഗ് ചാർജസ് വരെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? നേരെ ചെയ്തു. നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ കപ്പാസിറ്റർ ഈസ് സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ്, ഒരു കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് എന്ത് ഫോമിലാണ് മക്കളെ? ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോമിലാണ് ഒരു കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? നേരെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വെൻ എ മാഗ്നറ്റിക് നീഡിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ്, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യും, ടോർക്കും എക്സ്പീരിയൻസ് ചെയ്യും. സോ ഈ രണ്ട് കാര്യങ്ങളും ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ 2017 ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ്
എടുക്കാൻ വേണ്ടി പോകുന്നത് 2017 ഓണം എക്സാമിന് 1 മാർക്കിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? മക്കളെ മനസ്സിലാക്കുക, 2017 ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് all free charges are integral multiple of basic unit of charge. This property of electric charge is called Q is equal to plus or minus Ne. ഇതിനെ പറയുന്ന പേരെന്താണ്? ഇതിനെ നമ്മൾ വിളിക്കുക quantization of charge ആണ്. എന്താണ്? quantization of charge എന്നാണ് നമ്മൾ ഇതിനെ പറയാ. Q is equal to plus or minus Ne എന്ന് പറഞ്ഞാൽ അത് quantization ആണ്. പഠിച്ചിരിക്കണം. അറിയാതെ ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് പോകരുത്. കാരണം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നു. നമ്മൾ അടുത്തടുത്തുള്ള രണ്ട് പരീക്ഷകൾക്ക് നമ്മൾ ഇത് കണ്ടു. സോ ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്താണ് ക്വാണ്ടൈസേഷൻ എന്ന് മനസ്സിലാക്കി മുമ്പോട്ടേക്ക് പോവാ. റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ how much work is done moving an electric charge between 2 points on an equipotential surface? ഒരു equipotential surfaceന്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണ്ട? വർക്ക് ചെയ്യണ്ട. the value of work is 0. അവിടെ 0 ആണ് വർക്ക് ഡണ്ണിന്റെ വാല്യൂ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. എന്താണ്? the resistance of a wire can be expressed. റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും മക്കളെ? നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. സോ വോൾട്ട് ആംപിയർ ഇൻവേഴ്സ് എന്ന് കൊടുക്കാം. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുന്നത്. റെഡി ആണല്ലോ മക്കളെ? പാരലൽ കറണ്ട് റിപ്പൽ ആൻഡ് ആന്റി പാരലൽ കറണ്ട് അട്രാക്ട്. സ്റ്റേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഇത് ഫോൾസ് ആണ് മക്കളെ. പാരലൽ കറണ്ട് അട്രാക്ട് ആണ്, ആന്റി പാരലൽ റിപ്പൽ ആണ്. സോ ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. എന്ത് പറയാം? ഫോൾസ് ആണെന്ന് പറയാം. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ് മക്കളെ. അപ്പൊ നമ്മൾ ഈ ഒരു 1 മാർക്ക് 2023 മുതൽ 2017 വരെ ഓണം എക്സാമിന് എന്തൊക്കെയാണോ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ മക്കൾക്ക് ഒരു പെർസ്പെക്റ്റീവ് റെഡി ആയിട്ടുണ്ടാവും. എന്താണ് കൃത്യമായി എങ്ങനെ നമ്മൾ പഠിക്കണം എന്നുള്ളത്. അത് തന്നെയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ 2 മാർക്സിന്റെയും 3 മാർക്സിന്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ? റെഡി?